ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ 12-ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് നാളെ വ്യാഴാഴ്ച രാത്രി 12 മണിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. വോട്ടിങ്ങിൽ ആദ്യം തന്നെ നിൽക്കുന്നത് അനീഷാണ്. അനീഷ് അനുമോളിൽ നിന്ന് ആ ഒരു 1-ാം സ്ഥാനം പിടിച്ചു വാങ്ങിയതിനു ശേഷം ഇതുവരെ മറ്റൊരു കണ്ടസ്റ്റന്റിനും അത് വിട്ടുകൊടുക്കാതെ 1-ാം സ്ഥാനത്ത് തന്നെ ഒരു കൂറ്റൻ വോട്ടിന്റെ ലീഡിന് അനീഷ് തന്നെ നിൽക്കുന്നു. അടുത്തതായിട്ട് 2-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അനുമോളാണ്. അനുമോൾക്കും ഒരുപാടധികം വോട്ടുകൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 3-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നൂറയാണ്. നൂറക്കും ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാടധികം വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആര്യനാണ്. ആര്യനും ഈ പറഞ്ഞ പോലെ ഒരുപാടധികം വോട്ടുകൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ ഈ ഒരു നോമിനേഷനിൽ അത്ര സേഫ് ആയ ഒരു കണ്ടസ്റ്റന്റ് ഒന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അക്ബർ ഖാന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുക. അടുത്തതായിട്ട് 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറയുന്ന സാബുമാൻ ആണ്. സാബുമാനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഒരിക്കലും ഒരു സേവ്ഡ് കണ്ടസ്റ്റന്റ് അല്ല. ഈ ഒരു വീക്കിൽ പുറത്തു പോകാൻ ചെറിയൊരു സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് സാബുമാൻ. അടുത്തതായിട്ട് ഏറ്റവും അവസാനം 7-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ്. നെവിൻ ഈ ഒരു ആഴ്ച പുറത്തു പോകാനായിട്ട് ഏകദേശം കൺഫേംഡ് ആയ ഒരു മത്സരാർത്ഥി തന്നെയാണ്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 12 ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇനി മുന്നോട്ടുള്ള ഡേയ്സ് കണ്ടസ്റ്റൻസിന് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കുന്ന ജനങ്ങളായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ട് ആ ഒരു മത്സരാർത്ഥിക്ക് യാതൊരു പ്രയോജനവും കിട്ടാനില്ല. കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ കയറി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ വോട്ടിംഗ് അപ്ഡേറ്റിനും ലൈവ് അപ്ഡേറ്റിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്